ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ 33ാമത്തെ പഠന ക്ലാസ് ആണ്. ഇന്ന് 379 മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നോക്കാം. നാമം 379 ഓഡ്യാണ പീഠനിലയ. ഓം ഓഡ്യാണ പീഠനിലയായൈ നമഃ. ഓഡ്യാണ അധികം പീഠ അധികം നിലയ. ഓഡ്യാണം എന്ന പീഠത്തിൽ വസിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. പുരികങ്ങൾക്ക് മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലാണ് ഓഡ്യാണപീഠം. അപ്പോൾ ആജ്ഞാചക്രം നിലയമായിട്ടുള്ളവൾ എന്നും അർത്ഥമുണ്ട്. പ്രളയാന്ത്യത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് ജീവികളും അവയുടെ കർമ്മങ്ങളും രൂപം കൊള്ളാൻ തുടങ്ങി. പൂർണ്ണ രൂപം കൈക്കൊള്ളുന്നത് വരെയുള്ള 4 അവസ്ഥകളാണ് അവ്യക്തം, ഈശ്വരൻ, ഹിരണ്യഗർഭൻ, വിരാട്ട്. ഇവ അധിദൈവത ഭാവത്തിലാണ്. ഇവയ്ക്ക് സദൃശമായി അധിഭൂതഭാവത്തിലുള്ളവയാണ് കാമരൂപം, പൂർണ്ണഗിരി, ജാലന്ധരം, ഓഡ്യാണം എന്നിവ. ശരീരത്തിൽ ഈ സ്ഥാനങ്ങൾ യഥാക്രമം മൂലാധാരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന ചക്രങ്ങളാണ്. ഈ 4 പീഠങ്ങളിൽ യഥാക്രമം ശാന്ത, വാമ, ജ്യേഷ്ഠ, രൗദ്രി എന്ന നാമങ്ങളോടുകൂടി ദേവി വസിക്കുന്നു. ഷഡാധാരങ്ങളിൽ 6ാമത്തേതും ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്നതുമാണ് ആജ്ഞാചക്രം. ഭ്രൂമധ്യത്തിനു പിന്നിലാണ് ഇത് സങ്കല്പിക്കപ്പെടുന്നത്. ആജ്ഞാനാമ ഭ്രുവോർമധ്യം ദ്വിദളം ചക്രമുത്തമം ഓഡ്യാണാഖ്യം മഹാപീഠം ഉപരിഷ്ടാത പ്രതിഷ്ഠിതം എന്ന് യോഗശാസ്ത്രത്തിൽ പറയുന്നു. ഓഡ്യാണപീഠത്തിൽ ബീജരൂപിണിയായി ദേവി നിലകൊള്ളുന്നു എന്ന് വ്യാഖ്യാനമുണ്ട്. നാമം 380 ബിന്ദുമണ്ഡലവാസിനി. ഓം ബിന്ദുമണ്ഡലവാസിന്യൈ നമഃ. ബിന്ദുമണ്ഡല അധികം വാസിനി. ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ശ്രീചക്രത്തിൻ്റെ നടുവിലുള്ള ബിന്ദുവിന് ബിന്ദുമണ്ഡലം എന്നാണ് പേര്. ഇതിനെ സർവാനന്ദ ചക്രം എന്ന് പറയുന്നു. മണ്ഡലത്തിന് ചക്രമെന്നും അർത്ഥം പറയാം. ബിന്ദുമണ്ഡലത്തിന് മനുഷ്യ ശരീരത്തിൽ ബ്രഹ്മരന്ധ്രമെന്ന് അർത്ഥമെടുക്കാം. ബിന്ദുമണ്ഡലം ബിന്ദുക്കളുടെ മണ്ഡലമാണ്. 4 ബിന്ദുക്കളാണ്: കാരണബിന്ദു, കാര്യബിന്ദു, നാദം, ബീജം എന്നിവയാണത്. മണ്ഡലം എന്നാൽ ചക്രവാളം. കാരണബിന്ദുവാകുന്ന ചക്രവാളത്തിൽ വസിക്കുന്നവൾ എന്നാണ് അർത്ഥം. കാരണബിന്ദു അതിദൈവതവും കാര്യബിന്ദു അവ്യക്തേശ്വരനും നാദം ഹിരണ്യഗർഭനും ബീജം വിരാട്ടുമാകയാൽ അതിദൈവതാദിരൂപേണ വസിക്കുന്നവൾ എന്ന് അർത്ഥമാകുന്നു. കുണ്ടലിനി യോഗാനുഷ്ഠാനത്തിൽ സാധകൻ ധ്യാനത്തിലൂടെ പരമാനന്ദമാകുന്ന അമൃതപ്രവാഹത്തെ അനുഭവിക്കുന്നത് സഹസ്രാര ചക്രത്തിൽ സഹസ്രദളപത്മത്തിൽ എത്തുമ്പോഴാണ്. അതാണ് ശിവശക്തി ഐക്യത്തിൻ്റെ സംഗമസ്ഥാനം. അവിടമാണ് ശ്രീചക്രമധ്യസ്ഥമായ ബിന്ദുമണ്ഡലം. ഈ ആശയം തന്നെയാണ് സൗന്ദര്യലഹരിയിൽ 9ാം ശ്ലോകത്തിൽ 4ാം വരിയിൽ സഹസ്രാരേ പത്മേ സഹരഹസപത്യ വിഹരസേ എന്ന് സഹരഹസി പത്യ വിഹരസേ എന്ന് ശ്രീ ശങ്കരാചാര്യർ പറയുന്നത്. നാമം 381 രഹോയാഗക്രമാരാധ്യ. ഓം രഹോയാഗക്രമാരാധ്യായൈ നമഃ. രഹ അധികം യാഗ അധികം ക്രമ അധികം ആരാധ്യ.
എന്ന് പദം പിരിക്കാം. രഹോയാഗം എന്നാൽ വിജനത്തിൽ അഥവാ രഹസ്യമായി ചെയ്യപ്പെടുന്ന യാഗം. ആ യാഗത്താൽ ആരാധിക്കപ്പെടുന്നവൾ. രഹസ്സിൽ നടക്കുന്ന യാഗം ഏകാന്ത ധ്യാനത്തിൻ്റെ ക്രമം കൊണ്ട് ആരാധിക്കപ്പെടുവാൻ യോഗ്യ ആയവൾ. ചിത്താകുന്ന അഗ്നിയിൽ പുണ്യാപുണ്യങ്ങളെ ഹോമിക്കുന്നതാണ് രഹോയാഗം. അതിൻ്റെ ക്രമമനുസരിച്ച് ആരാധിക്കപ്പെടേണ്ടവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ചിദഗ്നിയിൽ പുണ്യാപുണ്യങ്ങളെ ഹോമിച്ച് കർമ്മബന്ധത്തിൽ നിന്ന് വേർപെട്ട ഉപാസകൻ മോക്ഷപ്രാപ്തിക്ക് അർഹനാകും. കുണ്ടലിനി ശക്തി സഹസ്രാരത്തിലെത്തി അവിടെ ശിവനുമായി യോജിക്കുന്നതും രഹോയാഗം എന്ന് പറയുന്നു. ചുരുക്കത്തിൽ മനസ്സിൻ്റെ നിശബ്ദതയിൽ ഉപാസകൻ്റെ ശ്രദ്ധ ഒന്നുകൊണ്ടു മാത്രം കുണ്ടലിനി ശക്തിയെ അഗ്നിയായി ജ്വലിപ്പിച്ച് പാപം, പുണ്യം, നല്ല പ്രവൃത്തി, ചീത്തപ്രവൃത്തി, സങ്കല്പം, വികൽപ്പം, ധർമ്മം, അധർമ്മം ഇവയെ ഹോമിച്ച് ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ചെയ്യുന്ന യാഗക്രമത്താൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഇത് ശ്രീവിദ്യ ഉപാസന തന്നെയാണ്. നാമം 382 രഹസ്തർപ്പണതർപ്പിത. ഓം രഹസ്തർപ്പണതർപ്പിതായൈ നമഃ. രഹ അധികം തർപ്പണ അധികം തർപ്പിത. രഹ എന്നാൽ രഹസ്യമായി, തർപ്പണം എന്നാൽ പൂജ, തർപ്പിത എന്നാൽ തൃപ്തയായവൾ. അപ്പോൾ രഹസ്യമായി ചെയ്യപ്പെടുന്ന പൂജാതി കർമ്മങ്ങൾ കൊണ്ട് തൃപ്തിയാകുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ബോധാഗ്നിയിൽ ഭൂമി മുതൽ ശിവൻ വരെയുള്ള തത്വങ്ങളെ ഹോമിക്കുന്നതാണ് ഈ പൂജാവിധിയുടെ പ്രക്രിയ. നിരന്തരമായ ആത്മബോധത്തിൽ എല്ലാ മനോവൃത്തികളെയും ലയിപ്പിക്കുക എന്ന് അർത്ഥം. അത് മോക്ഷത്തിന് കാരണമാകുന്നു. രഹസ്യതർപ്പണം എന്നാൽ ശ്രീവിദ്യ ഉപാസനയാണ്. ഒന്നാമതായി ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന നിഗൂഢമായ പൂജാവിധികളാൽ പൂജിക്കപ്പെടുന്നവൾ എന്നും, രണ്ടാമതായി ഭക്തിപൂർവമായ ഭാവന കൊണ്ട് പ്രതിഫലേച്ഛ ഇല്ലാതെ ദേവിയെ തൃപ്തിപ്പെടുത്താൻ ചെയ്യുന്ന ആത്മാർത്ഥമായ ഭക്തൻ്റെ പൂജ എന്നും അർത്ഥമാകുന്നു. ശ്രീവിദ്യ ഉപാസനാമാർഗം രഹസ്യമാകുന്നുവെന്ന് അരുണോപനിഷത്തിൽ പറയുന്നുണ്ട്. അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് ശത്രുവായിട്ടുള്ള ചിദഗ്നിയിൽ ഭൂമി മുതൽ ശിവൻ വരെയുള്ള തത്വങ്ങളെ ഹോമിച്ച്, അതായത് പുണ്യപാപങ്ങളെയും ധർമാധർമ്മങ്ങളെയും വെടിയുമ്പോൾ ഞാനെന്ന ബോധം ഇല്ലാതെയാകും. ആ ചിദഗ്നി കുണ്ടലിനി രൂപത്തിൽ എല്ലാ ജീവികളുടെയും ഉള്ളിലുണ്ട്. അതിനെ ഉണർത്തി ഹോമാഗ്നിയായി വളരുമ്പോൾ ഉപാസകൻ്റെ അഹങ്കാരവും ലൗകിക പാരത്രിക ബന്ധങ്ങളും ഹോമിക്കപ്പെടും. മേൽപ്പറഞ്ഞ 2 തരത്തിലും, അതായത് യോഗശാസ്ത്ര വിധി പ്രകാരവും ഭക്തിഭാവന കൊണ്ടും ദേവിയെ ഉപാസിക്കുന്നത് ശ്രീവിദ്യോപാസന തന്നെയാണ്. ഇത് തന്നെയാണ് മോക്ഷപ്രദായകം ആയിട്ടുള്ളതും. നാമം 383 സദ്യപ്രസാദിനി. ഓം സദ്യപ്രസാദിന്യൈ നമഃ. സദ്യ അധികം പ്രസാദിനി. സദ്യ എന്നതിൻ്റെ അർത്ഥം ഉടൻ തന്നെ എന്നാണ്, അതായത് പെട്ടെന്ന് തന്നെ. പ്രസാദിനി എന്നാൽ പ്രസാദിക്കുന്നവൾ. പരാശക്തിയായ ജഗദംബികയെ ആരാധിക്കുന്ന ഭക്തന്
ദേവിയുടെ അനുഗ്രഹത്തിനായി കാത്തിരിക്കേണ്ടി വരില്ല. ദേവി അനുഗ്രഹം ഉടൻ തന്നെ കൊടുക്കുന്നു. കാരണം ദേവി മാതാവാണ്. സർവപ്രപഞ്ചത്തിൻ്റെയും കാരണഭൂതയായ അമ്മയാണ്. മക്കളുടെ വിളി കേൾക്കേണ്ട താമസം അമ്മ വിളി കേൾക്കുന്നു. ഇത് തന്നെയാണ് ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ 22-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭവാനി ത്വം ദാസേ മയി വിതരദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വം ഇതി യഃ തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായൂജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിതപദാം. ഇതിൻ്റെ അർത്ഥം ഇതാണ്: അല്ലയോ ഭവാനി, അവിടത്തെ ദാസനായ എന്നിൽ നിന്തിരുവടിയുടെ കരുണാകടാക്ഷം പതിപ്പിച്ചാലും. അപ്രകാരം സ്തുതിക്കുന്നതിന് ആഗ്രഹിക്കുന്നവനായി ഏതൊരുവൻ ഭവാനി ത്വം എന്നു പറഞ്ഞു തുടങ്ങുന്നുവോ അപ്പോൾ തന്നെ നിന്തിരുവടി അവന് മുകുന്ദൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയവരുടെ സ്ഫുടമകുടങ്ങളാൽ നീരാജനം ചെയ്യപ്പെടുന്ന പാദങ്ങളോടുകൂടിയ അവിടുത്തെ സായുജ്യ പദവിയെ നൽകുന്നു. ഈ ശ്ലോകത്തിൽ ദേവിയുടെ ക്ഷിപ്രപ്രസാദിത്വമാണ് സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് സദ്യപ്രസാദിനി എന്ന നാമത്തിൻ്റെ അർത്ഥവും. ദേവിയെ വിളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദേവി കാര്യം സാധിച്ചു തരുന്നു. ശുദ്ധഭക്തി കൊണ്ടും ഹോമപൂജാ തർപ്പണാദികളെ കൊണ്ടും പെട്ടെന്ന് പ്രസാദിക്കുന്നവളാണ് ദേവി. ഇക്കാര്യം തന്നെ നമ്മുടെ 14-ാമത്തെ ക്ലാസ്സിൽ, അതായത് 112-ാം നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭവാനി എന്ന നാമം 384 വിശ്വസാക്ഷിണി. ഓം വിശ്വസാക്ഷിണ്യൈ നമഃ. വിശ്വ അധികം സാക്ഷിണി, വിശ്വത്തിന് സാക്ഷിയായവൾ. സാക്ഷിയുടെ സ്ത്രീലിംഗ രൂപമാണ് സാക്ഷിണി. പ്രപഞ്ചോൽപത്തി മുതൽ പ്രളയം വരെ എല്ലാത്തിനും സാക്ഷിയായവൾ പരാശക്തിയായ ദേവി മാത്രമേയുള്ളൂ. വിശ്വത്തെ മറവുകൂടാതെ കണ്ടുകൊണ്ടിരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. ദേവി വിശ്വം തന്നെയാണെങ്കിലും വിശ്വത്തിൽ നിന്ന് മറവുകൂടാതെ മാറി നിന്ന് സാക്ഷിയാകുന്ന അവസ്ഥയും ദേവിക്കുണ്ട്. ദേവി ആത്മാവിൻ്റെ രൂപത്തിൽ സാക്ഷിയായി നമ്മുടെ അന്ധക്കരണത്തിലും സ്ഥിതി ചെയ്യുന്നു. ഉൽപ്പത്തിയും ലയവും ഇല്ലാത്തവളും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയും ആകയാലും ദേവി വിശ്വസാക്ഷിണിയാണ്. ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യാരാജ ഗുഹ്യയോഗം 10-ാം ശ്ലോകത്തിൽ ഭഗവാൻ ഇപ്രകാരം പറയുന്നു: മയാധ്യക്ഷേണ പ്രകൃതിഃ സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗദ്വിപരിവർത്തതേ. ഇതിൻ്റെ അർത്ഥം ഇതാണ്: അർജുന, എൻ്റെ സാന്നിധ്യമാകുന്ന ഈ കാരണത്താൽ സകല ലോകവും എങ്ങും സ്വവ്യാപാരങ്ങളെ നടത്തുന്നു. സർവസാക്ഷിയായ സൂര്യൻ്റെ പ്രകാശബലത്താൽ ജീവികൾ അവരവരുടെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതുപോലെ സർവസാക്ഷിയായ എൻ്റെ സാന്നിധ്യബലത്താൽ ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി എന്നിവ അവയുടെ വ്യാപാരങ്ങളെ നിർവഹിക്കുന്നു. പ്രകൃതിയാണ് ഇവയെല്ലാം ചെയ്യുന്നത്. പ്രകൃതി എന്നാൽ ജഗദംബികയുടെ സൃഷ്ടിശക്തിയായ മായ. ദേവിയും ഇതിനെല്ലാം സാക്ഷിയാണ്. നാമം 385 സാക്ഷിവർജിത. ഓം സാക്ഷിവർജിതായൈ നമഃ.
സാക്ഷി അധികം വർജിത. സാക്ഷിയായി ആരും ഇല്ലാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. എല്ലാ പ്രപഞ്ചങ്ങൾക്കും സാക്ഷിയായ ദേവിക്ക് സാക്ഷിയായി ആരും ഒന്നും ഒരിടത്തുമില്ല. വിശ്വമാകെ ദേവിയിൽ നിന്നും ഉണ്ടായതാണ്. അതിനാൽ ദേവി എല്ലാത്തിനും സാക്ഷിയാണ്. എന്നാൽ ദേവിയുടെ ഉൽപ്പത്തി, സൃഷ്ടി, സ്ഥിതി, ലയങ്ങൾക്ക് സാക്ഷിയായി ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല. എല്ലാത്തിനും അതീതയാണ് ദേവി. ദേവി എല്ലാവരെയും കാണുന്നു, എന്നാൽ ദേവിയെ ആരും കാണുന്നില്ല. ആത്മാവ് എല്ലാത്തിനും സാക്ഷിയാണ്, എന്നാൽ ആത്മാവിന് സാക്ഷിയായി ആരുമില്ല. സർവസാക്ഷിണിയായ ദേവിക്ക് സാക്ഷിയായി ആരുമില്ല. താനും പ്രപഞ്ചമുൾപ്പെടെയുള്ള തൻ്റെ സൃഷ്ടികളും ഒന്നു തന്നെയാണെന്നുള്ള അവസ്ഥയെ കുറിക്കുന്നതാണ് ഈ നാമം. ഇനി നാമം 386 ഷഡംഗദേവതായുക്ത. ഓം ഷഡംഗദേവതായുക്തായൈ നമഃ. ഷഡംഗ അധികം ദേവത അധികം യുക്ത. ഷഡംഗങ്ങൾ ഇവയാണ്: ഹൃദയം, ശിരസ്, ശിഖ, നേത്രങ്ങൾ, കവചം, ആയുധങ്ങൾ. ഇവയാണ് ഷഡംഗങ്ങൾ, അതായത് ന്യാസത്തിൻ്റെ 6 അംഗങ്ങൾ. ഇവയിൽ ഓരോന്നിനും ദേവതാശക്തികളുണ്ട്. യുക്ത എന്നാൽ ആവൃത. അപ്പോൾ ഈ 6 ദേവതമാരാൽ ചുറ്റപ്പെട്ട് ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. സർവജ്ഞത്വം, തൃപ്തി, ജ്ഞാനം, സ്വാതന്ത്ര്യം, പൂർണ്ണശക്തി, അനന്തത്വം എന്നീ 6 അംഗങ്ങളോടുകൂടിയ പരമേശ്വരനോട് ചേർന്നിരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. കൂടാതെ വേദത്തിൻ്റെ അംഗങ്ങളായ ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം എന്നീ വേദാംഗ ദേവതകളാലും സേവിക്കപ്പെടുന്നവൾ എന്നും അർത്ഥമുണ്ട്. അതിനാൽ ദേവിക്ക് വേദസ്വരൂപിണി എന്നും വ്യാഖ്യാനമുണ്ട്. വേദജനനി എന്ന 338 നാമവും ദേവി വേദങ്ങളുടെ മാതാവാണെന്ന് പറയുന്നു. ഇനി നാമം 387 ഷാഡ്ഗുണ്യ പരിപൂരിത. ഓം ഷാഡ്ഗുണ്യ പരിപൂരിതായൈ നമഃ. ഷാഡ്ഗുണ്യ അധികം പരിപൂരിത. ഷാഡ്ഗുണ്യ എന്നാൽ 6 ഗുണങ്ങൾ. പരിപൂരിത എന്നാൽ പൂർണ്ണമായി ഉള്ളവൾ. അപ്പോൾ 6 ഗുണങ്ങളാൽ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ദേവി ശ്രീ മഹാരാജ്ഞിയും സിംഹാസനേശ്വരിയുമാണ്. 2ഉം 3ഉം നാമങ്ങൾ. 306 നാമം രാജ്ഞിയും 684 നാമം രാജരാജേശ്വരിയും. അപ്പോൾ ഒരു ഭരണാധികാരിക്ക് വേണ്ട ഗുണങ്ങൾ ദേവിക്ക് പരിപൂർണമായിട്ടുണ്ടെന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നീതിശാസ്ത്ര പ്രസിദ്ധങ്ങളായ സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈധീഭാവം, സമാശ്രയം എന്നിവയാണ് രാജ്യഭരണ സംബന്ധമായ ഷഡംഗങ്ങൾ. ഇത് വിശദമാക്കാം. സന്ധി എന്നാൽ സന്ധി സംഭാഷണങ്ങൾ. വിഗ്രഹമെന്നാൽ യുദ്ധം. യാനം എന്നാൽ ദിഗ്വിജയയാത്ര. ആസനം എന്നാൽ പാളയമടിച്ച് ശിബിരങ്ങളിൽ തങ്ങുക. ദ്വൈധീഭാവം എന്നാൽ ശത്രുക്കളെ തമ്മിൽ ഭിന്നിപ്പിക്കൽ. ആശ്രയം എന്നാൽ മറ്റുള്ളവരുടെ സഹായം തേടൽ എന്നീ 6 യുദ്ധതന്ത്രങ്ങളും രാജതന്ത്രങ്ങളും പൂർണ്ണമായി അറിയുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഇവ 6ഉം പ്രായോഗിക തന്ത്രങ്ങളും ശക്തിരൂപങ്ങളുമാകയാൽ ദേവീപാദപരിചാരകത്വം അവയ്ക്കുണ്ടെന്നും
അവയാൽ ചുറ്റപ്പെട്ടവൾ എന്നും നാമത്തിന് വ്യാഖ്യാനം കാണുന്നു. കൂടാതെ ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർത്തിയോടു കൂടിയവളെന്നും വ്യാഖ്യാനമുണ്ട്. അതായത് ഭഗങ്ങൾ എന്നറിയപ്പെടുന്ന ഐശ്വര്യം, ധർമ്മം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ ഷഡ്ഗുണങ്ങളുടെ സമാഹാരത്താൽ പരിപൂർണയായവൾ എന്നും വ്യാഖ്യാനമുണ്ട്. 387 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി. ഇനി 388 മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നവംബർ 15 വെള്ളിയാഴ്ച പറയാം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും മഹാദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. നന്മകൾ നേരുന്നു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.